തിരുവോണ നക്ഷത്രക്കാരുടെ സ്വഭാവം പൊതുവെ നാച്ചുറലി ലീഡറാണ്. പക്ഷേ ക്വയറ്റാണ്, സ്റ്റൈലാണ്. നാച്ചുറൽ ലീഡറാണ്, പക്ഷെ അവർ അങ്ങനെ ഭരിക്കാൻ അധികം പോവില്ല. റെസ്പോൺസിബിലിറ്റി എടുത്താൽ പിന്നോട്ട് പോവില്ല. ഈഗോ ഉണ്ട്, പക്ഷേ അറഗൻസ് അല്ല. ഫാമിലി, റെപ്യൂട്ടേഷൻ, റെസ്പെക്റ്റ് ഇവയാണ് ലൈഫ് പ്രയോറിറ്റി. ഫീലിങ്സ് തുറന്ന് പറയില്ല. അതാണ് ബന്ധങ്ങളിൽ കൺഫ്യൂഷൻ ഉണ്ടാക്കുന്നത്. ഞാൻ വേദനിക്കുന്നു എന്ന് പറയില്ല, പക്ഷെ അകത്ത് കത്തിക്കൊണ്ടിരിക്കും. ഡിസംബറിൽ നിങ്ങളുടെ മൈൻഡ് പൊതുവെ ഓവർ തിങ്കിങ്ങിൽ പീക്കാണ്. ഇതൊക്കെ ഞാൻ മാത്രം വഹിക്കണോ എന്നൊരു തോട്ട് എന്തായാലും ഉണ്ടാവും. സ്ലീപ്പ് ഡിസ്റ്റർബൻസ്, സൈലൻറ്റ് മോഡ് ഇതൊക്കെ എന്തായാലും ഉണ്ടാവും. കരിയറിൽ പ്രഷർ, റെസ്പോൺസിബിലിറ്റി എല്ലാം കൂടി വന്നു. അപ്രീസിയേഷൻ കിട്ടാത്ത ഒരു ഫീലിങ്സ് ഉണ്ടായിരുന്നു, അതിൻ്റെ വിഷമം. ചിലർക്ക് ജോബ് ചേഞ്ച് തോട്ട് എന്തായാലും ഉണ്ടായിരുന്നു. ഫൈനാൻസ് എന്നെങ്കിലും നിൽക്കാത്ത ഒരവസ്ഥയായിരുന്നു. ഫാമിലിയിലൊക്കെ നല്ല എക്സ്പെൻസ് എന്തായാലും ഉണ്ടായിരുന്നു. സേവിങ്സിന് വെച്ച പൈസ, സേവിങ്സിന് വേണ്ടി പ്ലാൻ ചെയ്ത കാര്യങ്ങളൊക്കെ ഫെയിലായിപ്പോയി. ഇമോഷണലി കുറച്ച് പാർട്ട്ണറായിട്ട് ഡിസ്റ്റൻസും വന്നു. പോരാത്തതിന് സംസാരിക്കാതെ തന്നെ അടികൂടേണ്ട അവസ്ഥ വന്നു. ഈഗോ ക്ലാഷും ഉണ്ടായിരുന്നു. ഡിസംബർ കുറച്ചൊരു ഹെവി മന്ത് ആയിരുന്നു. 2026 ജനുവരിയിൽ മൈൻഡ് പ്രകാരം മെൻ്റൽ ക്ലാരിറ്റി എന്തായാലും സ്ലോലി വരും. ഇനി ഞാൻ കൺട്രോൾ എടുക്കും എന്നൊരു മൈൻഡ് സെറ്റ്. ഡിസിഷൻ പവർ ഇമ്പ്രൂവ് ആവുകയും ചെയ്തു. കരിയർ പരമായിട്ടും ജോബ് പരമായിട്ടും ന്യൂ റെസ്പോൺസിബിലിറ്റി അല്ലെങ്കിൽ ന്യൂ ഡയറക്ഷൻ എന്തായാലും ഉണ്ടാവും. ബോസിൻ്റെ അല്ലെങ്കിൽ സീനിയറിൻ്റെ സപ്പോർട്ടൊക്കെ എന്തായാലും സ്റ്റാർട്ട് ചെയ്യും. ജോബ് സെർച്ച് ചെയ്യുന്നവർക്ക് റെസ്പോൺസ് എന്തായാലും വരും. ജനുവരിയിൽ ഒരു ഫൗണ്ടേഷൻ മന്താണ്. അത് റിസൾട്ടൊന്നും എന്തായാലും ജനുവരിയിലും ഉണ്ടാവില്ല. ഫൈനാൻസ് നോക്കുകയാണെങ്കിൽ സാമ്പത്തികപരമായിട്ട് നല്ല ഇമ്പ്രൂവ് ആവും. പഴയ പെൻഡിങ് എമൗണ്ട്, നിങ്ങൾ കടം കൊടുത്ത എമൗണ്ട് കിട്ടിയിട്ടില്ലെങ്കിൽ അത് ജനുവരിയിൽ ചോദിക്കുന്നതാണ് നല്ലത്. അത് കിട്ടാൻ സാധ്യതയുണ്ട്. ചോദിക്കാണ്ടിരുന്ന് അത് പോവാനും സാധ്യതയുണ്ട്. എക്സ്പെൻസ് എന്തായാലും നിങ്ങളൊന്ന് കൺട്രോൾ ചെയ്യും. അതിലാണെങ്കിൽ റിലേഷൻഷിപ്പിലാണെങ്കിലും നിങ്ങളുടെ സൈലൻസ് ഒന്ന് ബ്രേക്ക് ചെയ്യും. ലേറ്റ് നൈറ്റ് ആയിട്ടുള്ള സംസാരം, അൺഎക്സ്പെക്റ്റഡ് മെസ്സേജൊക്കെ എന്തായാലും ഉണ്ടാവാൻ സാധ്യതയുണ്ട്. റിലേഷൻഷിപ്പിൽ എന്തായാലും ഡയറക്ഷൻ ക്ലിയർ ആവും. പുതിയൊരു ബന്ധം സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിലും പഴയ ബന്ധം തുടരുകയാണെങ്കിലും ജനുവരിയിൽ അത് കുറച്ച് സ്ട്രോങ് തന്നെയാണ്. അത് ഫാമിലിയിൽ കുറച്ച് ഇഷ്യൂ എന്തായാലും ഉണ്ടാവാനും സാധ്യതയുണ്ട്. ഈഗോ ഒന്ന് കൺട്രോൾ ചെയ്യണം. ആർഷായിട്ടുള്ള വാക്കുകളൊന്നും ഉപയോഗിക്കരുത്, അത് പ്രശ്നമാവും. ലീഗൽ ഡോക്യുമെൻ്റൊക്കെ ഉണ്ടെങ്കിൽ അതെന്തായാലും നന്നായിട്ട് തന്നെ ജനുവരിയിൽ വെരിഫൈ ചെയ്യണം.